നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുത്. ശരീരത്തിന് ആയിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ശരീരത്തെക്കാൾ ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? അടുത്ത വാക്യം. ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയും കൂട്ടുവെക്കുന്നില്ല, സ്വർഗ്ഗസ്ഥനായ പിതാവെ പുലർത്തും അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ എന്നുള്ളത് നാളെ അടുത്ത വയലിൽ എന്നുള്ളതും വിചാരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളത്തോട് ഒരുപാട് കൂട്ടുവാൻ ആർക്കും കാര്യത്തില്ല. അടുത്തത് ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടരുത്. എങ്ങനെ വളരുന്നുവെന്ന് നോക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല. നോക്ക് ശലോമം പോലെ ഇവയേക്കാൾ വലുതായിട്ടൊന്നും ചമഞ്ഞിരുന്നില്ല. ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്ന വയലിന് പുല്ലിനെ ഇങ്ങനെ ചമയിപ്പിക്കുന്നുവെങ്കിൽ അന്ധവിശ്വാസികളെ നിങ്ങളെ എത്ര അധികയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കുമെന്നത് വിചാരപ്പെടരുത്. ഈ വക അന്വേഷിക്കുന്നതൊക്കെ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന്. എന്നിട്ട് 33-ാം വാക്യം, അവൻ മുൻപിൽ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് അതോടുകൂടെ നിന്ന് പ്രസംഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും രണ്ട് കാര്യം പറയുക. ഈ 25 മുതൽ 33 വരെ പഠിച്ചാൽ 4 പ്രാവശ്യം എടുത്തിട്ടുണ്ട് വിചാരപ്പെടരുതെന്ന്. 4 പ്രാവശ്യം നമ്മൾ എണ്ണിക്കും. വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. നമുക്കതേ ഉള്ളൂ. ഇതിപ്പോ കാണുമ്പോൾ അറിയാമല്ലോ എന്തെല്ലാം വിചാരമാണ്. ഇപ്പം വിചാരപ്പെടുന്ന 11 നിൽക്കുകയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിചാരം. വിചാരപ്പെടരുത്. നിങ്ങൾ പറയാ ഭാഷക്കെന്ന് പറഞ്ഞാൽ മതി വിചാരപ്പെടരുതെന്ന്. ഞാൻ പറഞ്ഞാണോ? നേരിട്ട് പറഞ്ഞു. അതിന് കാരണം കഥ പറയാം. ഈ ഒന്ന്, നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ നമുക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. അതുകൊണ്ടായി വിചാരപ്പെടരുതെന്ന് പറയുന്നത്. നമുക്ക് ആരുണ്ട്? ഉദാഹരണം, ഒരു പയ്യൻ ഭിക്ഷയ്ക്ക് ഇവിടെ വന്നെന്ന് വെച്ചു. 12 വയസ്സുള്ളൊരു കൊച്ചൻ ഇവിടെ വരിക. അപ്പൊ നമ്മൾ ചുമ്മാ ഞാൻ വിശക്കുന്നു, കഴിക്കാനില്ല, വസ്ത്രമില്ല. അപ്പൊ നമ്മൾ ചോദിക്കുക, അവന്റെ അപ്പൻ മരിച്ചു? ഇല്ല. അമ്മയും മരിച്ചു. ചേട്ടനോ എന്നോ ആരും നമുക്ക് മനസ്സിലാണ്. എൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ എന്ത് കൊടുത്താലും അതിലില്ല, കൊടുക്കും. ഭക്ഷണവും കൊടുക്കും, അവൻ്റെ വസ്ത്രവും കൊടുക്കും, കാശും കൊടുക്കും. അവൻ ആരും ഇല്ലെന്ന്. ഇതുപോലെ നാളെ ജോഷുവ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുക, നിങ്ങൾക്ക് അറിയത്തില്ല. ഉദാഹരണമാണ്, മോൻ ഏതാ? ഞാന്. മോനെ അപ്പനുണ്ടോ? ഉണ്ട്. അമ്മയുണ്ടോ? ഉണ്ട്. എവിടെയാ താമസിക്കുന്നത്? വെള്ളാപ്പള്ളിയിൽ. ആരാ മോൻ്റെ അപ്പൻ? എന്നാ പറയുന്നത്? അവൻ അന്നം പഠിച്ചിരിക്കുന്നു. മോന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ എന്തുവാ പറയാനേ? അനീഷ് മാസ്റ്റർ അല്ലെ? അനീഷ് കാവാണ്. നിങ്ങള് അവനോട് എന്നായിരിക്കും പറയാനേ? വളച്ചെടുക്കരുത് കേട്ടോ. വളച്ചെടുക്കരുത് കേട്ടോ. നിഷ്കാവാലത്തിന്റെ മോനായിട്ട് നീ രാവിലെ ഇറങ്ങിയിട്ടാണോ തേണ്ട? വല്ല മനസ്സിലാവുന്നുണ്ടോ? വല്ല പിടികിട്ടുന്നുണ്ടോ? നമുക്കൊരു പിതാവ് ഉണ്ടെന്ന് സ്വർഗ്ഗത്തിൽ. ഞാൻ ഈ വചനത്തിലൊക്കെയാ ബലപ്പെടുന്നത്. നിങ്ങൾ എപ്പോഴും ഞാൻ നിരാശപ്പെട്ട് ഈ പണ്ടപ്പൻ പോലെ നിങ്ങൾ ആരെയും കണ്ടിട്ടുള്ളത് പറ. വിചാരപ്പെടും. കർത്താവ് 4 പ്രാവശ്യമാണ് പറഞ്ഞ് വിചാരപ്പെടരുത്. അതിന് കാരണം പറഞ്ഞത് സ്വർഗത്തില് ഇത് പിതാവുണ്ടെന്ന് പറഞ്ഞ് ചങ്ങ് നേടുക നടക്കുക. എടാ, പിതാവിനോട് ആക്ഷേപമാണ്.
നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അതോടെ പറയാം. ഉൽപ്പത്തി പുസ്തകം എടുത്താല് 5 ദിവസം കൊണ്ട് സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട്. മനുഷ്യനെ ഏത് ദിവസം സൃഷ്ടിച്ചേ? 6-ാം ദിവസം. എന്നിട്ട് 7-ാം ദിവസവും സ്വസ്ഥത. അപ്പൊ ഇങ്ങോട്ട് നോക്കി, 5 ദിവസവും ദൈവം വർക്ക് ചെയ്യുകയാണ്. 5 ദിവസവും നിങ്ങളൊക്കെ ജീവിക്കാൻ ചുമ്മാ ഇരിക്കാന്നാണ്. 5 ദിവസവും ദൈവം പ്രവർത്തിക്കുക. ഉണ്ടാകട്ടെ നല്ലത്, ഉണ്ടാകട്ടെ നല്ലത്, കൂട്ടമായിട്ട് സമുദ്രത്തിൽ ഇരിക്കട്ടെ, പറവട്ടെ, ദൈവം വർക്ക് ചെയ്യുക 5 ദിവസം. 6-ാമത്തെ ദിവസവും നല്ല വർക്കാം അല്ലേ? വർക്കാം. ഈ പരിവർത്തനാക്കണമെങ്കിൽ ദൈവം സർവജ്ഞാനിയായതുകൊണ്ട് ദൈവത്തിന് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ആശയമാണ് അല്ലേ? നിസാരമായി നാക്ക്. ഇന്നലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നാക്ക് 100 ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളുടെ സ്വാദ് അറിയാനുള്ളതായി നാക്ക് ക്രമീകരിച്ചിരുന്നു. കുറെ ചോറിന്റെ ചാളയുടെ രുചി മാത്രമല്ല, ആ കൂടെ 2 രുചിയെ അറിയാവുള്ളൂ. പട്ടമത്തിനുടെ രുചി, താലരി ചോറിന്റെ രുചി. എനിക്ക് സയൻസ് ഒന്നും അറിയില്ല, സയൻസ് പഠിച്ചവരുണ്ട്. ഈ നാക്കിനകത്ത് മുകുള വന്ന അങ്ങനല്ലേ? എന്താ ഇംഗ്ലീഷ് പറയുന്നത്? ആ, നാക്കിനോട്ട് നീട്ടിയ ചെറിയ ചെറിയ എല്ലാത്തിന്റെ രുചി അറിയാനാ നാക്കല്ലേ സൃഷ്ടിയുടെ വൈശിഷ്ട്യം. അതെന്തിനാ? ഇതെല്ലാം ഒന്ന് രുചിച്ചറിയണം. ഏത് ഈ തോട്ടത്തിൽ എന്തെല്ലാം? ആപ്പിള്, പൈനാപ്പിള്, ചെറിയ ഗൂസ്ബെറി, ഓറഞ്ച്, പിന്നെ ഓരോലിക്ക, ഇരുമ്പമ്പുളി, എല്ലാം ഇതിന്റെ എല്ലാം രുചി വ്യത്യസ്തമാണ്. അതറിയാനാ സൃഷ്ടിച്ചേക്കുന്നത്. എല്ലാം മനസ്സിലാകുന്നു. ഇതെല്ലാം നമ്മൾ ആസ്വദിക്കണം. സൃഷ്ടിയുടെ വൈഭവം. അതാ ഞാൻ പറഞ്ഞത്. ദൈവം 5 ദിവസം, 5 അല്ല 6 ദിവസം ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. മണ്ണുകൊണ്ടല്ലേ മനുഷ്യനെ? തദനന്തരം സൃഷ്ടിജാലത്തിൽ മണിമകുടമായി ത്രിദിവേശ്വരൻ നിജരൂപത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മടഞ്ഞു. അപ്പോൾ തന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ആ മനുഷ്യൻ ഭയങ്കരമായി ശീലമായി സൃഷ്ടിച്ചു. നിങ്ങൾ ചിന്തിച്ച് എന്നിട്ട് 7-ാമത്തെ ദിവസം 6 ദിവസവും ദൈവം വർക്ക് ചെയ്യും. 7-ാമത്തെ ദിവസം ദൈവം 6 ദിവസവും വർക്ക് ചെയ്യുക. മനുഷ്യനെ എത്രാം ദിവസം സൃഷ്ടിച്ചു? 6-ാം ദിവസം. മനുഷ്യൻ എപ്പോഴാ സ്വസ്ഥത? അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. മനുഷ്യനെ സൃഷ്ടിച്ച് ഉടനെ അവന് സ്വസ്ഥതയാണ്. 6-ാം ദിവസമല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്? പിറ്റേന്ന് 7 സ്വസ്ഥതയാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ സ്വസ്ഥതയോടെ വേണം ജീവിക്കാൻ. സ്വസ്ഥതയിൽ വേണം തുടങ്ങാൻ. സ്വസ്ഥതയിൽ വേണം. സ്വസ്ഥതയിൽ നിന്ന് തുടങ്ങണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോയിന്റ് വരിക, രാവിലെ എഴുന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. എങ്കിലേ സ്വസ്ഥമായിട്ട് ഒരു ദിവസം. ദൈവത്തിന് മഹത്വം. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇതെല്ലാം അനുഭവിച്ചോണം. തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ദൈവം എന്തിനാ അങ്ങനെ പറഞ്ഞു? തോട്ടത്തിന്റെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ബാക്കി മുഴുവൻ നിനക്ക് തിന്നാവെന്ന് പറഞ്ഞു, നിനക്ക് അത് തന്നെ തിന്നാണ് വന്നിട്ടുള്ളത്. വേറെന്തെല്ലാം നിനക്ക് തിന്നാൻ ആ തോട്ടത്തിൽ? അത് തിന്നാ പോരെ. തോട്ടം ദൈവത്തിന്റെയാ. ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി കാണും. നീ അത് തന്നെ മറിച്ച് തിന്നാൻ. ഇപ്പൊ ഈ വീട്ടിൽ വരുമ്പോ ഷിബുപാസ് താമസിക്കുന്ന വീടാ. കസേര നമുക്ക് ഇവിടെ അവിടെ ഇരുന്നാ മതി.
അകത്തൊരു കസേര ശുശ്രൂഷ അവിടെ ഇരിക്കുക. അതിന് നമ്മൾ അവിടെ കയറി ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കാൻ കസേര ഇട്ടിട്ടുണ്ടല്ലോ. പുള്ളിയുടെ വീടല്ലേ. അവിടെ നമുക്ക് ആ വിഷയം ഉണ്ടാക്കാം. വിചാരപ്പെട്ടാലൊന്നും കാര്യം തന്നെ വിചാരപ്പെടരുത്. ഒന്ന്, നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവ് ഉണ്ട്. വിചാരപ്പെടരുത്. എന്നിട്ട് അതുകൂടെ പറഞ്ഞു നടത്താം. കർത്താവ് ആ കണ്ണീരകത്ത് പറഞ്ഞത് ആകാശത്തിലെ വായിച്ചേ, ആകാശത്തിലെ പർവ്വതങ്ങളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ ആ വാക്യം വായിച്ച ശ്രദ്ധിച്ചോ? ആകാശത്തിലെ പറവകളെ പിന്നെ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. മനുഷ്യനോട് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ പിതാവ്, നമുക്കൊരു പിതാവുണ്ട്. പർവ്വജാതിയുടെ കാര്യം പറഞ്ഞപ്പം അവരുടെ പിതാവെന്ന് പറഞ്ഞോ? ഇല്ല. പർവ്വജാതിയുടെ പിതാവ് അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ നമ്മളോട് ബന്ധപ്പെട്ട് പറഞ്ഞത് സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞാൽ പിതാവിൽ ഇല്ലാത്ത പർവ്വജാതിയെ ദൈവം പുലർത്തുന്നില്ലേ? ഉണ്ട്. അപ്പൊ പിതാവുള്ള നിങ്ങളെ പർവ്വജാതിക്ക് പിതാവുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ നിങ്ങളുടെ പിതാവെന്നാ പറഞ്ഞേക്കുന്നത്. പറവയുടെ പിതാവെന്നല്ല. നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. പിതാവില്ലാത്ത പർവ്വജാതിയെ പുലർത്തുന്നെങ്കിൽ പിതാവുള്ള നിന്നെ പുലർത്താൻ ദൈവവിശ്വാസനല്ലേ? നിന്നെ പരിപാലിക്കാൻ ദൈവവിശ്വാസനല്ലേ? നിങ്ങൾ നദികൾ തന്നെയാകാൻ നീതിയാ ഏതെങ്കിലും വിഷയത്തിൽ ഞരക്കത്തോടെ ഭാരത്തോടെ ഇന്ന് മകൾ ഇവിടെ വന്നവരോ ദൂരത്തിൽ നിന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ വഴിയില് നീ ആകുലപ്പെടരുത്, വിചാരപ്പെടരുത്. നിനക്കൊരു നിനക്കൊരു പിതാവുണ്ട്. പരുവക്കേട് പിടിച്ച പിതാവല്ല, ഗതികെട്ട പിതാവല്ല. ഉണ്ടാകട്ടെന്ന വാക്കിന് സകലത്തെ ഗുണമാക്കിയവരാ. അണ്ടകടാകത്തെ ബ്രഹ്മാണ്ടം, കോടിനാണ്ടം, പ്രകൃതി കിടക്കുന്ന അല്പകാണ്ടം, ദൃഢാണ്ടം, ഡമ്പൻ 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 ഡിമ്പാടിമ്പ് ഈ കാണുന്ന അണ്ടകടാകത്തെ ജോഡികളെ കൊണ്ട് സൃഷ്ടിച്ചവരാ.
അങ്ങനത്തെ പിതാവാ സ്വർഗത്തിൽ. ഓരോരുത്തരുടെ ഇരിപ്പ് കണ്ടാൽ ഗതികേട് പിടിച്ചോടുത്തരങ്ങാണ്ട് മേളിൽ ഇരിപ്പുണ്ട്. പുള്ളിക്കും എനിക്ക് കിട്ടിയിട്ട് വേണം പുള്ളിക്ക് വെച്ചില്ല. സർവശക്തനാണ് നമുക്ക് ഉയരത്തിലുള്ളത്. സർവത്തെ നിയന്ത്രിക്കുന്നവനാ, സർവത്തെ സൃഷ്ടിച്ചവനാ. ആ ദൈവത്തിന് നിന്റെ വിഷയം പരിഹരിക്കാൻ പിതാവില്ലാത്ത പരമജാതിയെ പോറ്റ് നിങ്ങൾ പിതാവുള്ള നിന്നെ പോറ്റിയല്ലേ. അതുകൂടെ പറഞ്ഞു നിർത്തില്ല. ഈ പരമജാതി രാവിലെ എഴുന്നേറ്റേ ദൈവം വഴി തുറക്കുന്ന പരമജാതി ചുമ്മാ ഇരിക്കുകയല്ല, കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ ഒന്നുമില്ല, എന്നാ കൂട്ട് തന്നെ ഇരുന്നേക്കാം കിട്ടിക്കൊണ്ട സമയത്ത്. അങ്ങനെയാണോ? നീ ഞാൻ എഴുന്നേക്കുന്നതിന് തന്നെ പറവ എഴുന്നേക്കും ഇല്ലേ? നമ്മള് 6:45 മനമേ പക്ഷി ഐറേഞ്ചെന്ന് പറഞ്ഞ് അറബിക്കടലിൽ ചെന്ന് മീനും കൊത്തി അവിടെ ആവശ്യമുള്ളത് കഴിച്ച് ബാക്കി കൊച്ചുങ്ങൾക്ക് കൊത്തി തിരിച്ച് 6:45 നമ്മുടെ വീടിന്റെ മണ്ടയിൽ കൂടെ തിരിച്ചു പോവുക ഹൈറേഞ്ചിന്. പക്ഷി 4 മണിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റു. കുട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് അത് അവിടുന്ന് പറന്ന് മുണ്ടക്കൻ വഴി ആഞ്ഞപ്പള്ളി മുൻകുന്നം കൂടി നേരെ കറുകച്ചാൽ വന്ന് നമ്മുടെ വീടിന്റെ അതിലൂടെ പായ്പാട് വഴി കയറി ഉമ്മനാട് വഴി കയറി നേരെ കോടുകുളഞ്ഞ വഴി മാവേലിക്കര കായംകുളം കൂടി നേരെ 1000 തെങ്ങിന്റെ അപ്പുറം ചെന്ന് മീൻ കൊത്തിയെടുത്ത് അതിൽ നിന്ന് കൊച്ചുങ്ങൾക്കുള്ളതും കൊത്തി അതുപോലെ തിരിച്ചു പറന്ന് നമ്മുടെ വീടിന്റെ മേളിൽ കൂടെ പോയപ്പോഴും നല്ല ഉറപ്പിലടി കിടക്കുക. പക്ഷെ കളിയാക്കി അയച്ചാൽ മതി, ഇത്ര നാണം കെട്ടൊരു പക്ഷേ മുറിഞ്ഞപുഴ കഴിഞ്ഞപ്പോ നമ്മൾ ഇവിടെ നിന്ന് വാടുക മനമേ പക്ഷി. ആകാശത്തിന് പർവ്വജാതികളുടെ ദൈവം പോറ്റുന്നുണ്ട്, പുലർത്തുന്നുണ്ട്. അത് ചുമ്മാ ഇരുന്നാലൊന്നും കിട്ടുകയല്ല. ഈ വാക്യം വെച്ച് 1 മണിക്കും പോകുകയല്ല. രാവിലെ കയറി ഇങ്ങനെ ഇരിക്കുക. എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? പർവ്വജാതിയെ പുലർത്തുന്നല്ലോ. പർവ്വജാതി നിന്നെ പോലെ പരിക്കാത്ത ചുമ്മാ ഇരിക്കുകയാണോ? 1 മണിയും ചെയ്യല മെയ് അനങ്ങിയ ഒരു ജോലി തെയ്യത്തിന് ഭൂമി കുനിഞ്ഞ് കറങ്ങുമ്പോൾ ഓടിക്കുകയല്ല. പാടം തന്നിരിക്കുക. പർവ്വജാതി രാവിലെ എഴുന്നേറ്റു. അത് പറഞ്ഞിങ്ങോട്ട് വരുമ്പം ദൈവം അതിന് തോന്നിക്കും ഇന്ന സ്ഥലത്തോട്ട് പറക്കാൻ. സൂച്ചോടെ ചെല്ലുമ്പോ ഇര കാണും. അങ്ങനെ ദൈവം ചെയ്യുന്നത്. അതിൽ കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങി പറന്ന് വരുമ്പോൾ ദൈവമല്ലേ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. ദൈവം അതിന് ബുദ്ധി കൊടുക്കും. ഇന്ന സ്ഥലത്തോട്ട് സൂക്ഷം ചെല്ലുമ്പോ അതിനുള്ളത് അവിടെ ഉണ്ട്. അങ്ങനെ അതിനെ പുലർത്തുന്നത്. അവയേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരല്ലേ. നീ രാവിലെ ദിവസം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിക്കുമ്പോൾ ദൈവം അതിന്റെ വഴി തുറന്നത്. ബാക്കി പിന്നീട് ചിന്തിക്കാം, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കും. വിചാരപ്പെടരുത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡവാദികളില്ലാതെ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ആമേ ഭജനപാനീയമില്ല
ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മനുഷ്യന്റെ ഭവനത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച കൂട്ടായ്മയുടെ പ്രാരംഭ സമയം മുതൽ ഇത്രത്തോളം ദൈവങ്ങൾ ഞങ്ങൾക്ക് ദൈവമായ കർത്താവ് കരുണ കാണിച്ചു സ്തോത്രം ചെയ്യുന്ന നല്ല വചനങ്ങൾ കേൾക്കുവാൻ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് കരുണ കാണിച്ചു സ്തോത്രം ചെയ്യുന്ന കർത്താവ് കൂടി വന്ന ജനത്തെ കർത്താവ് ദേവദാസന്മാരെല്ലാം സർവശക്തനായ കർത്താവ് സഹായിച്ച അനുവേദിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് മനുഷ്യന്റെ ഭവനത്തെ ദൈവമായ കർത്താവിന്റെ കരങ്ങൾ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശുഭാസത്തിന് മുമ്പോട്ടുള്ള യാത്രയെല്ലാം അനുഗ്രഹമാകണമെന്ന്, ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാകണമെന്ന് അവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുമ്പോട്ട് ഓരോ ദിവസവും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ പരിമലപ്പെടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവിനോട് അധികം പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് അവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. കർത്താവ് നല്ല ശുശ്രൂഷകൾ ഞങ്ങൾ പ്രാപിക്കുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ദൈവമായ കർത്താവ് ഒന്നും ഞങ്ങൾ ഞനങ്ങാതെ ഭാരപ്പെടാതെ ഞങ്ങൾക്ക് നല്ല പിതാവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാളത്തെ പ്രാർത്ഥനയും അനുഗ്രഹമാകണമേ. മനുഷ്യന്റെ കർത്താവിന്റെ പ്രവർത്തി നടക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായി തീർക്കണമെന്ന് അവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപും അധികാരമുള്ള നാമത്തിൽ താഴ്ന്നുകൊണ്ട് തുറവേശിക്കുന്നു. ദൈവമേ, കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. മനസി ഉടയ മഹോന്നത പരനി വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ കൃപയും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മ സൂക്ഷിച്ചു നമ്മോട് നാം പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയങ്ങളുടെ മേലും ഇവിടെ കൂടപ്പെട്ട ദൈവമക്കൾ, ദേവദാസന്മാർ, വചന ശുശ്രൂഷ ദേവദാസന്മാർ, തുടർന്നുള്ള മീറ്റിങ്ങുകളിൽ യാത്രകൾക്ക് അനുഗ്രഹമായി കർത്താവിന്റെ ആ മറ്റൊരില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയും നമ്മുടെ കൂടെ ഉണ്ടാകുമാറാകട്ടെ. പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം ഇത് പകൽക്കാലം നമുക്ക് ചെയ്തു നൽകിയ പിതാവായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടി കർത്താവായ യേശുവേ. നാളെ രാവിലെ 10:00 PP കുര്യൻ പാസ്റ്ററുടെ ഭവനത്തിൽ വെച്ചാണ് പ്രാർത്ഥന. എല്ലാ പ്രിയപ്പെട്ടവരും വന്ന് സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 1 മണിയാകുമ്പോൾ ആ പ്രാർത്ഥന തീരുന്നതായിരിക്കും.